പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ പല കാര്യത്തിലും നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കച്ചവടത്തിൻ്റെ കാര്യം, വരുമാന കാര്യം, മക്കളുടെ കാര്യം, കുടുംബത്തിലെ ഫാമിലി ചില ഇഷ്യൂസുകൾ, നമുക്ക് ടെൻഷനാണ്. യഥാർത്ഥത്തിൽ ഈ ടെൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. വലിയ നഷ്ടങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചാലുണ്ടാവും. പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, നമ്മൾ താല്പര്യപ്പെടേണ്ടത് ഏത് കാര്യമാണ്? ഇത്തരം ടെൻഷൻ നമുക്ക് ബാധിച്ചാൽ അതിൽ നിന്ന് റിക്കവറാകാനുള്ള സ്വർഗത്തിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരുന്ന് പ്രയോഗിച്ചാൽ എപ്പോഴും സന്തോഷമാണ്, സ്വർഗീയ ആനന്ദമാണ് ഈ ലോകത്ത് തന്നെ ഉണ്ടാവാൻ പോകുന്നത്. ആ മരുന്ന് ഏതാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിൻ്റെ കുടുംബം കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം വരുന്ന, മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ രോഗവും പ്രയാസവും കടങ്ങളൊക്കെ നീക്കി അള്ളാഹു സന്തോഷം റാഹത്ത് നമ്മുടെ കൽവിൽ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല ടെൻഷൻ ബാധിക്കാറുണ്ട്. പല കാര്യത്തിലും ആ ടെൻഷൻ അതിങ്ങനെ ആലോചിച്ച് പലപ്പോഴും അത് ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ ആകെ ഒരു മൂഡ് ഓഫ് ആകുന്ന അവസ്ഥ. അങ്ങനെ പലതുണ്ടാകും. ചിലപ്പോൾ കടങ്ങളാകാം അതിൻ്റെ പിന്നിൽ, ചിലപ്പോൾ നമ്മുടെ മക്കളുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റ രീതികൾ നമുക്ക് ടെൻഷൻ ബാധിക്കാൻ ഒരു കാരണമാകും. കുടുംബത്തിലെ സാഹചര്യങ്ങൾ, അസ്വസ്ഥതകൾ ഒരു ടെൻഷൻ്റെ ഒരു കാരണമായിട്ട് വരും. നമ്മുടെ കച്ചവടത്തിൻ്റെ മേഖല, പല മേഖലകളിലൂടെയും ടെൻഷൻ നമ്മളെ ബാധിക്കും. ഈ ടെൻഷൻ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമുക്ക് നഷ്ടമല്ലാതെ വേറെ ഒരു ലാഭം ഉണ്ടാക്കുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധേയമാണ്. ഇമാം തിർമിദി തങ്ങൾ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രഗത്ഭമായ ഹദീസാണ്. എന്താ ഹദീസിൽ പറയുന്നത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള പറഞ്ഞു എന്നാണ് മഹാനവറുകൾ പറയുന്നത്. എന്താ ഹദീസ്? മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാൾക്ക് ആഖിറത്തിൻ്റെ കാര്യം, അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്തെ കാര്യം ഒരു ടെൻഷനായിട്ട് വന്നു, അതൊരു ഹമ്മ, അവൻ്റെ മുഖ്യമായ ഘടകം ആഖിറത്തിൻ്റെ കാര്യത്തിലാണ്. അവൻ്റെ സംസാരത്തിലും ചിന്തയിലും പ്രവർത്തനത്തിലൊക്കെ പാരത്രിക ലോകത്തെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ, അതിനെക്കുറിച്ചാണ് അയാളുടെ മുഖ്യമായ മനസ്സിൻ്റെ അവസ്ഥയും ചിന്തയും. അങ്ങനെയായി വന്നാൽ എന്തുണ്ടാകുമെന്നറിയോ? ആഖിറത്തിൻ്റെ കാര്യമാണ് അവരുടെ മെയിൻ മാറ്റർ. എന്നാൽ ജഅലല്ലാഹു ഗൈനാഹു ഫി ഖൽബി, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈന നൽകും, സമ്പന്നത, സമ്പൽ സമൃദ്ധി, അതായത് ഐശ്വര്യം അള്ളാഹു ഇട്ടുകൊടുക്കും. കൽബിൽ ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങൾ, ശുഗലുകൾ, മറ്റു ജീവിത മേഖലകളിലേക്ക് നോക്കിക്കൊണ്ട് ഒരിക്കലും അവർ ടെൻഷനാവില്ല. കാരണം എന്താ? അവർ ആഖിറത്തിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ അള്ളാഹുവേ, ഞാൻ ഇന്ന് മരിച്ചതോടെ ആ പ്രശ്നങ്ങളെല്ലാം തീരും, അല്ലെങ്കിൽ നാളെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ, വേദനകൾ, ടെൻഷൻ, രോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറി മാറി വന്ന് ഇപ്പോൾ പകലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് രാത്രിയിലേക്ക് വരും. ആ രാത്രി തന്നെ നീണ്ടു നിൽക്കില്ല, പിന്നെ പകലാകും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു എളുപ്പമുണ്ടാകും. അതൊരു സിസ്റ്റമാണ്, അതങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ആഖിറത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ബോധവാനാണ്, ആ കാര്യത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണ് എന്നുള്ള ഒരു ശ്രദ്ധയുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ഐശ്വര്യം നൽകും. ഒന്ന് ഫ്രീ ആകും, നമ്മുടെ കൽബ് ഫ്രീ ആകും. അവൻ്റെ അകന്നുപോയ കാര്യങ്ങൾ, അവൻ എന്തെല്ലാം കാര്യങ്ങളാണോ അവന് കൈനഷ്ടമായത്, ആ കാര്യങ്ങളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടമായി പോയ പല എന്തുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു അടുപ്പിച്ച് തരും, ഒരുമിച്ച് കൂട്ടിത്തരും. അപ്പോൾ നമുക്ക് രണ്ട് ലാഭമായി. ഒന്ന്, മനസ്സിന് ഹാപ്പിനെസ് കിട്ടി, സന്തോഷം കിട്ടി, മനസ്സ് ഫ്രീ ആയി, റാഹത്തായി. പിന്നെയോ നഷ്ടപ്പെട്ടത്, അകന്നുപോയത്, അതെല്ലാം അള്ളാഹു അടുപ്പിച്ച് തരും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇനി പറയുന്ന പോയിന്റാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇത് കാതിലൂടെ കൽബിലേക്ക് കയറേണ്ട വാക്കാണ് കേട്ടോ പറയുന്നത്. കേട്ടോളൂ. വഅത്തതുഹു ദുനിയ, ദുനിയാവ് അവൻ്റെ അടുത്തേക്ക് വരും. റാഗിമത്തുൻ, അത് വളരെ താല്പര്യത്തോടുകൂടെ. സാധാരണ നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്, ദുനിയാവിൻ്റെ പുറകെ നടക്കുകയാണ് നമ്മൾ, ഓടിപ്പായാണ് ദുനിയാവിൻ്റെ പിന്നാലെ, എന്നിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതങ്ങനെയല്ല, ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും, നമ്മളെ തേടി വരും. നമുക്കൊരു പ്രശ്നം ഉണ്ടാകില്ല. വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് ഫ്രീ ആകും. അതേപോലെ തന്നെ നമ്മുടെ കൈമോശം വന്നു പോയ സകല നന്മകളും സുഹൃതങ്ങളും ലാഭങ്ങളും നമ്മുടെ അടുക്കലേക്ക് അള്ളാഹു അടുപ്പിച്ചു തരും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നേരെ ഓപ്പോസിറ്റാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗം. വമൻ കാനത്തി ദുനിയ ഹമ്മഹു, ഒരാളുടെ മെയിൻ ചിന്തയും മെയിൻ ചർച്ചയും ഒരാളുടെ മുഖ്യമായ കാര്യഘടകം എന്താ? ദുനിയാവാണ്. ഈ ലോക ജീവിതത്തിൻ്റെ കാര്യമാണ് അവൻ്റെ ചർച്ച. പടച്ചോനെ എന്താകും, ഇങ്ങനെ പോയാൽ ഇനിയിപ്പോൾ എവിടെയാകും, എന്താവും എന്നുള്ള കാര്യം, ദുനിയാവിൻ്റെ മറ്റു കച്ചവടത്തിൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ഇവിടെ ദുനിയവിയായ മറ്റു ചർച്ചകളിലൂടെ ഇങ്ങനെ മുഴുകി നിൽക്കുക. അതാണ് അവൻ്റെ ടെൻഷൻ, അതാണ് അവൻ്റെ ചിന്ത, അവൻ്റെ ചർച്ച. എന്നാൽ അതാണ് അവന് മുഖ്യം. അങ്ങനെ ഒരുപക്ഷെ പറയുന്നുണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ ഉസ്താദായ ഞാൻ പറയോ ദുനിയാവാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നില്ല. പക്ഷെ പ്രവർത്തനം എന്താ? അങ്ങനെയാണ്. വേഷവും കോലവും ഭാവവും വേറെ ആയിരിക്കാം, ഊത്തും ബെയ്ത്തൊക്കെ വേറെ ഉണ്ടാക്കാം. പക്ഷേ മെയിൻ ടാർഗറ്റ്, മെയിൻ നമ്മുടെ ലക്ഷ്യമിടുന്നത് ദുനിയാവാണെങ്കിൽ, അത് ഏത് കേമനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്നത് ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവൻ്റെ മുന്നിൽ, അവൻ്റെ കൺമുന്നിൽ അല്ലാഹു ഫഖർ, ദാരിദ്ര്യം അല്ലെങ്കിൽ ആവശ്യമാകുന്ന അവസ്ഥ തീർച്ചയായിട്ടും മുന്നിൽ വെക്കുമെന്നാണ്. അവൻ്റെ ഫഖറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ വെക്കും. അവനില്ലായ്മയും വല്ലായ്മയും മാറില്ല. മറ്റൊരാളോട് ചോദിച്ചു വാങ്ങേണ്ട, ഹെൽപ്പ് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് അവൻ അധപതിച്ചു പോകും. ഒരു ബറക്കത്തുണ്ടാകില്ല. അവൻ ദാരിദ്ര്യത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാവുക. അവൻ്റെ ഇല്ലായ്മ വല്ലായ്മ മാറില്ല. അവൻ്റെ ലക്ഷ്യം ദുനിയാവിൻ്റെ കാര്യമാണ്, അവൻ്റെ മുഖ്യമായ ഘടകം ദുനിയാവാണ്. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കില്ല, ഒരിക്കലും ദാരിദ്ര്യം മാറില്ല. എന്നിട്ടോ ഫറക അലൈഹി ശംലഹു, അവൻ്റെ നിലവിലുള്ള അവന് കിട്ടിയിട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന പല സുഹൃതങ്ങളും നന്മകളും അവനെ തൊട്ട് പിരിഞ്ഞു പോകും. പലതും നഷ്ടാവുക ചെയ്യുക. നേരത്തെ പറഞ്ഞ് ആഖിറം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോയാൽ അള്ളാഹു അകന്നതൊക്കെ അടുപ്പിക്കും. ഇതോ അടുത്തതൊക്കെ അള്ളാഹു അകത്തിക്കളയും, പിരിച്ചു കളയും. അതെല്ലാം വലം യഅ്തിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. തീർച്ചയായും അവന് ദുനിയാവിൽ നിന്നും ആ കണക്കാക്കിയ കൃത്യമല്ലാതെ ഒരു മേൽക്കോയ്മയോ ബറക്കത്തോ വർധനവോ സിയാദത്തോ അള്ളാഹു കൊടുക്കില്ല. അതങ്ങനെ ഇച്ചിരിയായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. അതിൻ്റെ കാരണം ഒമൻ കാനത്തി ദുനിയാ ഹമ്മഹു, ദുനിയാവാണ് മെയിൻ അയാളുടെ ചിന്തയും പറച്ചിലും പ്രവർത്തനങ്ങളും. അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗത്തിലേക്ക് ചേരണം. നമ്മുടെ മെയിൻ ലക്ഷ്യം അല്ലാഹുവേ പടച്ചോനെ നിൻ്റെ പൊരുത്തമാണ്, ആഖിറത്തിലെ വിജയമാണ്. എനിക്ക് ആഖിറം വിജയിച്ച് കിട്ടണമല്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനെ നീ എന്നെ സഹായിക്കണം പടച്ചോനെ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നേറിയാൽ, അപ്പോൾ ദുനിയാവിൻ്റെ ഈ ഹമ്മുകളിൽപ്പെട്ട് നമ്മളിങ്ങനെ ഇടങ്ങേറാവേണ്ട കാര്യമില്ല. അള്ളാഹു നമ്മളെ ഒരിക്കലും ഒഴിവാക്കില്ല. അള്ളാഹു ഒരു പ്രയാസമോ ടെൻഷനോ നമുക്ക് തന്നാൽ അത് നമ്മളെ പരാജയപ്പെടുത്താനോ നമ്മളെ മോശക്കാരാക്കാനോ അല്ല, നമുക്ക് മാർക്ക് നൽകാനാണ്. അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്ക് പരീക്ഷണം കൊടുക്കുകയില്ല. പരീക്ഷണം കൊടുത്തോ എന്തെങ്കിലും ലാഭം അള്ളാഹു കൊടുക്കും. ഇപ്പം ഈമാൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പരീക്ഷണം കൊടുത്താൽ ഈ ലോക ജീവിതത്തിൽ അള്ളാഹു ദുനിയവിയായ മറ്റു ലാഭങ്ങൾ അയാൾക്ക് കൊടുക്കും. ഒരിക്കലും നാശാകില്ല, ഒരിക്കലും മോശാകില്ല. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടത്, വിഷമിക്കേണ്ടതില്ല. നമ്മളൊരു കാര്യത്തിലും ടെൻഷനാകണ്ട. നമുക്ക് കട ഉണ്ടാവുക, കുടുംബത്തിൽ പ്രയാസം ഉണ്ടാകുക, പല വിഷമങ്ങളും ഉണ്ടാകുക. പക്ഷേ നമ്മൾ ഒറ്റക്കല്ല എന്ന് കൽവിൽ അള്ളാഹുവിൻ്റെ മഅയ്യത്തിൻ്റെ ഈമാനുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കല്ല. ആര് പറഞ്ഞു നമ്മൾ ഒറ്റക്കാന്ന്? പടച്ചോനെ അള്ളാഹു ഞാൻ ആരാ എൻ്റെ കൂടെ, എനിക്ക് ആരാ ഉള്ളത് എന്നൊരു ചിന്തയെ വിശ്വാസിക്ക് പാടില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഒരിക്കലും ടെൻഷൻ പാടില്ല, ഒരിക്കലും ഡിപ്രഷനിലേക്ക് പോകണ്ട. ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇതാണ് ഖുർആൻ. ഈ ഒരു അവസ്ഥ നമ്മുടെ മാനസികാവസ്ഥയായിട്ട് മാറണം.
അപ്പോൾ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും. അവസ്ഥയായിട്ട് മാറുമ്പോൾ വീണ്ടും വീണ്ടും ഇടങ്ങേറാവില്ല. അള്ളാഹു ആ ഇടങ്ങേറ് മാറ്റിത്തരും, പരീക്ഷണങ്ങളൊക്കെ മാറ്റിത്തരും. ദുനിയാവിൻ്റെ അവസ്ഥകളും വരുമാനങ്ങളും സന്തോഷങ്ങളും ജോലികളും എല്ലാം നമ്മുടെ കൂടെ നമ്മുടെ പിന്നാലെ വരും, റാഹത്താകും. പിന്നെ ടെൻഷൻ ബാധിച്ച് ഡിപ്രഷൻ വന്ന് അല്ലെങ്കിൽ പിന്നെ മാനസികമായ പ്രയാസം പിരിമുറുക്കമൊക്കെ ബാധിച്ചാൽ തീർച്ചയായും അത് മാറ്റാനുള്ള മരുന്നും സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണാമെന്നല്ല, പിന്നെ ഇവിടെ കാണാം. സ്വർഗത്തിൽ നിന്ന് അതിൻ്റെ പരിഹാരം മരുന്നിറക്കി. അതെന്താ? അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദിക്റാണ്. പരിശുദ്ധമായ ഹൗഖലത്ത് എന്ന് പറയും. ഹൗഖലത്ത് അത് ടെൻഷൻ മാറാനുള്ള ദിക്റാണ്. 99 രോഗങ്ങൾക്ക് അത് മെഡിസിനാണ്. അതിലേറ്റവും ചെറിയ പ്രശ്നം നമ്മുടെ ടെൻഷനാണ്, വിഷമമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ സകല പ്രശ്നങ്ങളും ടെൻഷനും മാറിക്കിട്ടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അത് ഡെയിലി ഒരു 100 വട്ടം ചൊല്ലുന്നൊരു വിശ്വാസിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കൊന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞു പോകാനൊന്നും പറ്റുമല്ലോ, ദുനിയാവല്ലേ, ഉണ്ടാകും. പക്ഷേ അള്ളാഹു ഇങ്ങനെ പരിഹരിച്ച് വിടും. നമുക്ക് റാഹത്തായിട്ട് മുന്നേറാം. നമ്മുടെ ലക്ഷ്യം അള്ളാഹിൻ്റെ പൊരുത്തവും ആഖിറവുമാകണം. അങ്ങനെയൊന്നും ആക്കി അതിന് കൂടുതൽ നടക്കുകൂടൊന്നും വേണ്ട. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരിക അള്ളാഹുവിൻ്റെ പൊരുത്തം, ആഖിറത്തിലെ വിജയം. അങ്ങനെ ആക്കി തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ നമ്മൾ ഇന്ന് പഠിച്ച ഹൗഖലത്തിൻ്റെ ആ മഹാത്മ്യം മനസ്സിലാക്കി അത് ചൊല്ലുന്നതോടൊപ്പം നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട വിഷയം ആഖിറമാകണം, അവിടുത്തെ വിജയമാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. സകല വിജയം ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് നാടുകളിൽ, ഒരുപാട് വീടുകളിൽ, കുടുംബങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കമൻറ്റിൽ ഒരു സന്തോഷം പറഞ്ഞു പോകാത്തവർ വിരളമാണ്. ഒരുപാട് പേര് ഡെയിലി കമൻ്റ് എഴുതുന്നവരുണ്ട്. ഒരുപാട് ഉപ്പമാരുണ്ട്. എനിക്കറിയാം നേരിട്ടറിയാൻ പാടില്ലെങ്കിലും കമൻറ്റിലൂടെ അവരെ അറിയാം. വലിയ സന്തോഷമാണ്. ആ കമൻറ്റുകൾ അല്ലെങ്കിൽ ലൈക്കുകൾ നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്താൻ ഒരു കാരണമാകുന്നത് പലപ്പോഴും ഞാനല്ല, പിന്നെ ഇത് കേൾക്കുന്ന ഉപ്പമാർ, സഹോദര സഹോദരിമാരാണ്. അവിടെ നിന്ന് ലൈക്ക് ചെയ്യുമ്പോൾ, കമൻറ്റ് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പേർക്ക് സ്പ്രെഡ് ചെയ്ത് പോകാൻ കാരണമാകും. അപ്പോൾ ഒരുപാട് പേരുടെ വിഷമം മാറും. ഒരു മുഅ്മിനിൻ്റെ വിഷമം മാറ്റിക്കൊടുത്താൽ അള്ളാഹു 1000 വിഷമം ഖിയാമത്ത് നാളിൽ നമ്മുടെ മാറ്റിത്തരും. ആലോചിച്ച് നോക്കണം. നമ്മൾ കാരണമായി ഒരു ടെൻഷൻ ഒരാളുടെ മാറി ഈ ക്ലാസ് മറ്റൊരാൾക്ക് എത്തിയാൽ 100,000 ടെൻഷൻ ഒരാളുടെ മനസ്സിനൊരു കോൺഫിഡൻസ് വരും. അള്ളാഹുവേ നിൻ്റെ സഹായം ഉണ്ടാകില്ല അല്ലാ, തീർച്ചയായും അതിൽ വിജയം. ഇത് അറിയിച്ചു കൊടുക്കുന്നവർക്ക് വിജയം ഉണ്ടാവും. ഓർത്തുവെക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله